ഹലോ വെൽക്കം ബാക്ക് ഐഷോസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഇൻട്രോയിൽ ഞാൻ വരാൻ തന്നെ മെയിൻ കാരണം ഇന്നത്തെ ഒരു വീഡിയോയുടെ സ്പെഷ്യാലിറ്റിയാണ്. അപ്പം ഒരുപാട് സന്തോഷത്തോടെയാണ് ഞാനിപ്പം ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കേട്ടോ. അപ്പം എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. തടി കുറയ്ക്കുന്നതിനൊക്കെ പറ്റിയിട്ടുള്ളൊരു വ്ളോഗായിരുന്നു. ആർക്കാ തടി കുറയ്ക്കാൻ ഇഷ്ടമില്ലാത്തതല്ലേ? അപ്പം അന്നത്തെ വ്ളോഗ് കണ്ടിട്ട് ഒരുപാട് പേര് തടി കുറഞ്ഞു പോയിട്ടുണ്ട്. അപ്പം അവരുടെ ഫോട്ടോസൊക്കെ ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ. അപ്പം ഞാൻ കാരണം തടി കുറഞ്ഞ ആളുകൾ എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വ്ളോഗാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഈ തടി കുറയ്ക്കുക, വണ്ണം കുറയ്ക്കുക എന്നുള്ളത് ഒരു ചെറിയൊരു പണിയൊന്നുമല്ല. അത് ഇഷ്ടപ്പെടാത്തവർ ഇന്നത്തെ കാലത്ത് ആരും ഉണ്ടാവില്ല. കുറച്ച് പേര് മാത്രമേ ഉണ്ടാവുള്ളൂ വണ്ണം വെക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നവർ. കൂടുതൽ പേരും വണ്ണം കുറയ്ക്കാനായിരിക്കും കഷ്ടപ്പെടുന്നത്. ശരിക്കും തടി ഒരു പ്രശ്നമല്ല, വണ്ണം ഒരു പ്രശ്നമല്ല. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് മെലിഞ്ഞിരിക്കുക, ഭയങ്കരമായിട്ട് സ്ലിം ആവുക എന്നുള്ളത് വലിയൊരു സംഭവമൊന്നുമല്ല. അത് ചിലർക്ക് കാണാൻ ഭംഗിയുണ്ടാവും, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അതിലുമല്ല കാര്യം. സ്ലിം ആവലും അല്ലെങ്കിൽ വണ്ണം കൂടുന്നത് അതൊന്നുമല്ല കാര്യം. അതിൻ്റെ ഇടയ്ക്കൊരു സംഭവമുണ്ട്, ഫിറ്റ്നസ്. അതായത് നമ്മൾ തടിയുള്ളവരാണെങ്കിലും മെലിഞ്ഞവരാണെങ്കിലും ഒരു ഫിറ്റായിട്ടുള്ളൊരു ശരീരം വേണം. അതായത് നമുക്ക് കുറച്ച് നടക്കുമ്പോൾ കിതപ്പ് വരാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുമ്പോൾ ഭയങ്കര ക്ഷീണം വരിക, തളർച്ച വരിക. അത് നമ്മുടെ ശരീരം ഫിറ്റ് അല്ല എന്നിട്ടാണ്. അപ്പം അതാണ് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ആ ഒരു ഫിറ്റ്നസ്സാണ്. ഏതൊരു ശരീരമാണെങ്കിലും വണ്ണം കൂടിയവർക്ക് നല്ല ഫിറ്റ് ആണെങ്കിൽ ഒരു കുഴപ്പമില്ല. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലിൽ വെച്ച് നോക്കുമ്പം ഈ ഒരു ഫിറ്റ്നസ് അങ്ങനെ എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. കാരണം നമ്മുടെ ഇപ്പോഴത്തെ ഫുഡാണെങ്കിലും അതുപോലെ നമ്മുടെ ലൈഫ് സ്റ്റൈലാണെങ്കിലും എല്ലാം ഭയങ്കര മോശമായിട്ട് രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇതുപോലെ എനിക്ക് വല്ലാണ്ട് തടിയൊന്നും ഇല്ലായിരുന്നു, വണ്ണൊന്നും വെച്ചിട്ടില്ലായിരുന്നു ഡെലിവറിക്ക് ശേഷം. പക്ഷേ എവിടേക്കോ, അതായത് കൈയിൻ്റെ ഷോൾഡറിൻ്റെ ഈ ഭാഗത്തും അതുപോലെ വയറൊക്കെ ചാടുന്നതായിട്ട് തോന്നിയപ്പം ഞാനൊരു ഓൺലൈൻ ഫിറ്റ്നസ് പ്രോഗ്രാമിൽ ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫിറ്റ് കപ്പിൾസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓൺലൈൻ പ്രോഗ്രാമിൽ ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പം അന്നത്തെ നമ്മുടെ ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് ചേർന്നു. ഒരുപാട് പേര് നന്നായിട്ട് ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. വണ്ണം ഒരുപാട് കുറഞ്ഞു. അതിൻ്റെ ഫോട്ടോസൊക്കെ ഇപ്പോഴാണ് എനിക്ക് അവർ അയച്ചു തരുന്നത് കേട്ടോ. അപ്പം എനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം നമ്മുടെ ചാനൽ കണ്ടിട്ട് എൻ്റെ ഒരു വാക്ക് കേട്ടിട്ട് നിങ്ങൾ ചേർന്നിട്ട് അത്രയും റിസൾട്ട് വന്നത് കേട്ടപ്പം ഒരുപാട് സന്തോഷമായി കേട്ടോ. അപ്പോൾ എനിക്ക് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ശരിക്കും നമ്മൾ സ്വയം വിചാരിച്ചാൽ തന്നെ നമുക്ക് തടി കുറയ്ക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മളത് വിചാരിക്കില്ല. കാരണം ഇന്ന് നമ്മൾ ഒരു ദിവസം നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഡയറ്റൊക്കെ നല്ലോണം ഫോളോ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഫുഡൊന്നും മാറ്റി പിടിച്ചു. അതായത് ഒരു ബിരിയാണി ഉണ്ടാക്കി, അപ്പം നമ്മുടെ ആ കൺട്രോളാണ് പോയിട്ട് നമ്മൾ ആ ഫുഡിലോട്ട് മാറും. അപ്പം ഇന്നൊരു ദിവസമല്ലേ നമുക്ക് ഇന്ന് ബിരിയാണി കഴിക്കാം, നാളെ നമുക്ക് ബാക്കി ഡയറ്റ് ഫോളോ ചെയ്യാമെന്ന് പറയും. പിന്നെ അതങ്ങനെ തന്നെ പോകും. അതാണ് മിക്കവർക്കും സംഭവിക്കുന്നത്. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു സംഭവിച്ചിരുന്നത്. പക്ഷെ ഇവരുടെ ഈ ഒരു പ്രോഗ്രാമിൽ ചേർന്ന ശേഷം എനിക്ക് വന്ന മാറ്റങ്ങൾ എന്താണെന്ന് വെച്ചാൽ രാവിലെ തൊട്ട് ഇങ്ങനെ പറയും, പിന്നാലെ നടന്നിട്ട് ഇങ്ങനെ ഗൈഡൻസ് പോലെ ഇന്നത്തെ ഫുഡ് കഴിച്ചു, വെള്ളം കുടിച്ചു. അപ്പം നമ്മളിങ്ങനെ നിർബന്ധിക്കുമ്പോൾ നമ്മൾ അറിയാണ്ട് വെള്ളം കുടിച്ചു പോകും. ഈ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹമുള്ളവർ ഫസ്റ്റ് ചെയ്യേണ്ടത് ഒരു ദിവസം അത്യാവശ്യം വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കാൻ ഒട്ടും മറന്നു പോകരുത്. അപ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ ഹൈഡ്രേറ്റ് ആയിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഒരാൾ പിന്നാലെ വന്ന് പറയുമ്പം തീർച്ചയായിട്ടും നമ്മൾ അറിയാണ്ടത് ചെയ്തു പോകും. അതുപോലെ ഞാൻ മുമ്പത്തെ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഡേ എൻഡ് ചെയ്യുമ്പോഴും ചായ കുടിക്കരുത് എന്നുള്ളത്. ഇവരുടെ ഈ പ്രോഗ്രാമിൽ ചേർന്ന ശേഷമാണ് ഞാനത് അറിഞ്ഞത് കേട്ടോ. അപ്പം ഞാനിപ്പം അതുപോലെ ആ ഒരു പ്രോഗ്രാമിൽ ചേർന്ന ശേഷം ആ ഒരു ഇത് ചെയ്തപ്പം നല്ലൊരു മാറ്റം ഉണ്ടായി. നമുക്ക് ചായ കുടിക്കണം എന്നാണെങ്കിൽ രാവിലെ കുടിക്കരുത്, ഒരു ഉച്ചയ്ക്ക് അല്ലെങ്കിൽ 11 മണി ആ സമയത്ത് മധുരമില്ലാത്ത ചായ കുടിക്കാം. ഓക്കെ. അപ്പം മധുരമില്ലാത്ത തന്നെ എനിക്ക് മധുരം ഒട്ടും ചായയിൽ ഒഴിവാക്കാൻ പറ്റില്ലായിരുന്നു. അപ്പം ഞാൻ കുറച്ച് മധുരത്തിൽ കുടിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ഗ്ലാസ് ചായ മാത്രമേ, അതും കുറച്ച് മാത്രം, ഒരു ഗ്ലാസ്സും കുടിക്കാറില്ല, കുറച്ച് മാത്രമേ കുടിക്കുക. ഈ ചായ കോഫി ഇതൊക്കെ ഭയങ്കര പ്രശ്നമാണ്, ഫോൾസ് എനർജി നമുക്ക് തരും.
അപ്പോൾ അതൊന്നും മാക്സിമം അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. അതുപോലെ പഞ്ചസാര, എണ്ണ, തേങ്ങ ഇതൊക്കെ മാക്സിമം ഒഴിവാക്കിയാൽ തന്നെ നമ്മുടെ ഒരുവിധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ പോകും. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ഡെയിലി ലൈഫിൽ ഒന്നും ഒഴിവാക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഇന്ന ദിവസം ഇന്ന ഡയറ്റ് ഫോളോ ചെയ്യണം, ഇന്നത് കഴിക്കണം എന്ന് പറയുമ്പോൾ നമുക്കൊരു ആശ്വാസമാണ്. അത് മാത്രം കഴിച്ചാൽ മതിയല്ലോ, അപ്പം നമ്മുടെ ഒരു ബാലൻസ്ഡ് ഡയറ്റ് വന്നു എന്നൊക്കെ പറഞ്ഞു തരാൻ ഒരാളുണ്ടാകുമ്പം നല്ലൊരു കാര്യമാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് ഇവരുടെ ഈ ഒരു പ്രോഗ്രാമിലുള്ളത്. അപ്പം അന്നത്തെ ആ ഒരു ബ്ലോഗിൽ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇനി ട്രാൻസ്ഫോം ആയ ആൾക്കാരുടെ ഫോട്ടോസ് ആദ്യം കാണാം നമുക്ക്, എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ ഞാൻ പറയാം. അപ്പോൾ ഇനിയും ഒരുപാട് പേരുടെ ഫോട്ടോസ് ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കിപ്പോൾ എല്ലാം കൂടി ഇതിൽ ഇങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ ഒരുപാട് പേർക്കൊക്കെ പ്രൈവസി പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് പേർക്ക് മാത്രമേ ഷെയർ ചെയ്തിട്ടുള്ളൂ. എന്നാലും ഒരുപാട് സന്തോഷം കേട്ടോ, നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെയൊക്കെ ഒരു ഇതിൽ പ്രോഗ്രാമിൽ ചേർന്നെന്ന് അറിഞ്ഞതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അന്നത്തെ ആ ഒരു വ്ളോഗിൽ ഞാൻ ഈ ഒരു പ്രോഗ്രാമിൽ ചേർന്ന ശേഷം എനിക്ക് വന്നിട്ടുള്ള മാറ്റങ്ങൾ, അതുപോലെ മെയിനായിട്ട് ഇവർ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ അന്നത്തെ വ്ളോഗിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പിന്നീട് കമൻ്റ് ആയിട്ട് കൊടുക്കാം, ആവശ്യമുള്ളവർക്ക് കണ്ടുനോക്കാം. അപ്പം ഞാൻ മെയിനായിട്ട് അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ രാവിലെയും ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഒരു ദിവസം എൻഡ് ചെയ്യുന്ന സമയത്തും ടീ, കോഫി ഇതൊന്നും കുടിക്കരുത്. എണ്ണ, പഞ്ചസാര ഇതൊക്കെ മാക്സിമം ഒഴിവാക്കണം, ഫുള്ളായിട്ട് ഒഴിവാക്കണം, മാക്സിമം ഒഴിവാക്കാം. പിന്നെ ലേറ്റായിട്ട് കിടക്കരുത്, നേരത്തെ കാലത്ത് കിടക്കണം. അതുപോലെ ഫുഡ് കഴിക്കുന്ന സമയം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കത്തതും അതുപോലെ വൈകിട്ടുകളൊക്കെ കറക്റ്റ് സമയത്ത്. പിന്നെ പലരും മെഡിസിൻസ് കഴിക്കുന്നവരുണ്ടാവും, പല ശരീരപ്രകൃതമായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ അനുസരിച്ചിട്ട് വേണം നമ്മൾ ഓരോരുത്തരും ഡയറ്റൊക്കെ ഫോളോ ചെയ്യാൻ. എല്ലാവർക്കും ഒരേപോലത്തെ ഡയറ്റ് അല്ല. അപ്പോൾ ഇവരുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇവരുടെ കൂടെ ന്യൂട്രീഷനിസ്റ്റും ഒക്കെ ഉള്ളതുകൊണ്ട് ഓരോരുത്തർക്കും അസുഖത്തിനും ടാബ്ലറ്റ്സ് കഴിക്കുന്നവർക്കും ഒക്കെ അനുസരിച്ചിട്ടുള്ള ഡയറ്റൊക്കെ ആയിരിക്കും ഓരോരുത്തർക്കും കൊടുക്കുന്നത്. എനിക്ക് തന്ന ഡയറ്റ് ആവണമെന്നില്ല നിങ്ങൾക്ക് തരുന്നത്. അതുപോലെ ഓരോരുത്തരുടെയും വെയിറ്റ് ഒക്കെ അനുസരിച്ചിട്ടായിരിക്കും ഡയറ്റൊക്കെ ഫോളോ ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ ഒരുപാട് പേർക്ക് ചില ഫുഡ് ഐറ്റംസിൽ ഭയങ്കരമായിട്ട് തെറ്റിദ്ധാരണകളുണ്ട്. മെയിൻ എക്സാമ്പിൾ പറയുവാണെങ്കിൽ മുട്ട കഴിക്കുന്നത് ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് നല്ലതാണ്. അതായത് ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ മിതമായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു മുട്ട കഴിക്കുന്നതിന് കുഴപ്പമില്ല. അതുപോലെ മുട്ടയുടെ വെള്ള കാൽഷ്യമാണ്. അപ്പം നമ്മൾ ഒരു ദിവസം കൂടുതലായിട്ട് കാൽഷ്യം കഴിക്കുവാണെങ്കിൽ ഈ ഒരു 2 മുട്ടയുടെ വെള്ള അല്ലെങ്കിൽ 3 മുട്ടയുടെ വെള്ള കാൽഷ്യം സപ്ലിമെന്റ് കൂടുതലാവുകയാണെങ്കിൽ നമ്മുടെ ഫാറ്റ് ബേൺ ചെയ്യാൻ സഹായിക്കും കാൽഷ്യം. അപ്പോൾ കാൽഷ്യം അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കുന്നത് ഈ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് വളരെ നല്ലതാണ്. അതുപോലെ തൈരും നമ്മൾ തടി കുറയ്ക്കുന്നവർക്ക് കഴിച്ചിരിക്കേണ്ട ഒരു ഫുഡാണ്. തൈരിലും കാൽഷ്യം ആണുള്ളത്. അപ്പോൾ കാൽഷ്യം നമ്മുടെ ചോറിൻ്റെ കൂടെയൊക്കെ നമ്മൾ തൈര് കഴിക്കുമ്പം നമുക്ക് പെട്ടെന്ന് വയറ് ഫുള്ളായ പോലെ തോന്നും. അതുപോലെ കാൽഷ്യം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫാറ്റ് ബേൺ ചെയ്യാൻ സഹായിക്കും. അപ്പം ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ തൈര് ഒരുപാട് നല്ലതാണ്. അതുപോലെ നട്ട്സ് കിട്ടുവാണെങ്കിൽ ബദാമൊക്കെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് കഴിക്കുവാണെങ്കിൽ അതും വണ്ണം കുറയ്ക്കാൻ ഒരുപാട് സഹായിക്കും. പിന്നെ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പം അതിപ്പോൾ എല്ലാം കൂടി ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ പറയുകയാണെങ്കിൽ വീഡിയോ ഭയങ്കരമായിട്ട് ലെങ്തി ആവും. പിന്നെ നമ്മുടെ ചാനൽ കാണുന്ന ഒരുപാട് പേര് ചോദിക്കുന്നതാണ്, ഇതൊക്കെ കഴിച്ചിട്ടും എന്താണ് നിങ്ങളൊന്നും വണ്ണം വയ്ക്കാത്തതെന്ന്. അതായത് ഞാനും മക്കളും മിക്കൊന്നും ഇവിടെ അധികം വണ്ണമില്ല എന്ന് പറയാൻ പറ്റില്ല. ഞാൻ അത്യാവശ്യം തടിയുണ്ട് തന്നെയാണ് തോന്നുന്നത്. മക്കൾ തടിയില്ല. അപ്പം അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിക്കാറുണ്ട്, ജങ്ക് ഫുഡ് കഴിക്കാറുണ്ട്. പക്ഷേ ഒരു ദിവസം ജങ്ക് ഫുഡ് കഴിക്കുവാണെങ്കിൽ പിറ്റേത് ഒരു 2-3 ദിവസം മുഴുവനും പച്ചക്കറി കൂടുതലായിട്ട് കഴിക്കും. പിന്നെ അതിനനുസരിച്ച് അതൊന്ന് ബാലൻസ് ചെയ്തിട്ട് കൊണ്ടുപോകാറുണ്ട്. ഈ സ്നാക്സ് ഉണ്ടല്ലോ, ചിപ്സ്, അതുപോലെ ക്യാൻഡ് ഐറ്റംസ്, അതൊന്നും ഇവിടെ കൊണ്ടുവരാറില്ല, നമ്മൾ കഴിക്കാറില്ല. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് നമ്മളിവിടെ കഴിക്കാറേ ഇല്ല. വല്ലപ്പോഴും ചിലപ്പം കൊല്ലത്തിൽ ഒരിക്കൽ എന്നൊക്കെ പറയില്ല, അതുപോലെ എപ്പോഴെങ്കിലുമൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കേട്ടോ. നാട്ടിൽ പോയപ്പം അവിടുന്ന് എൻ്റെ വീട്ടിലൊക്കെ പോയപ്പോൾ മാക്സിമം ഞാൻ ബേക്കറി പലഹാരങ്ങളും സ്വീറ്റ്സും ഒക്കെ ഒരുപാട് കഴിച്ച് പെട്ടെന്ന് തടി കൂടി. നാട്ടിൽ പോയപ്പം നന്നായിട്ട് തടി കൂടിയിട്ടുണ്ടായിരുന്നു. അത് മെയിനായിട്ട് ഈ ഒരു പറയുവാണെങ്കിൽ മെയിനായിട്ട് ബേക്കറി ഐറ്റംസ് തന്നെയാണ് എന്നെ ആ തടി കൂട്ടിയിട്ടുണ്ടായിരുന്നത്.
അപ്പം അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ മാക്സിമം ഒഴിവാക്കിയാൽ നമുക്ക് വണ്ണം കുറയ്ക്കാവുന്നതന്നെ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്തായാലും അറിയാം ഇന്നത് കഴിച്ചാൽ വണ്ണം കൂടും, ഇന്നത് കഴിച്ചാൽ വണ്ണം കുറയും എന്നുള്ളതൊക്കെ നമുക്ക് എന്തായാലും നന്നായിട്ട് അറിയും. പക്ഷെ നമ്മളത് ഫോളോ ചെയ്യില്ല. കാരണം ഒന്നാമത് നമുക്ക് മടിയാണ്. പിന്നെ ഒരാൾ ഇങ്ങനെ പിന്നാലെ നടന്നിട്ട് ഇങ്ങനെ ചെയ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ അറിയാണ്ട് ചെയ്തു പോകും. അപ്പൊ അങ്ങനെയാണ് ഈ ഒരു ഫിറ്റ്നസ് പ്രോഗ്രാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ ഫുൾ ടൈം നമ്മുടെ കൂടെ ഇങ്ങനെ എന്താ പറയുക, വാട്സപ്പിലാണ് ഉണ്ടാവുക ആള്. പക്ഷെ ഫുൾ ടൈം നമ്മുടെ കൂടെ ഇങ്ങനെ അത് കഴിച്ചോ ഇത് കഴിച്ചോ, അത് ചെയ്യൂ ഇത് ചെയ്യൂ, ചെറിയ ചെറിയ വർക്കൗട്ട്സ്, കുറച്ചു നേരം നടക്കുക, പിന്നെ എത്ര മണിക്ക് ഉണർന്നു, എത്ര മണിക്ക് കിടന്നു, അങ്ങനത്തെയൊക്കെ ഇങ്ങനെ പിന്നാലെ നടന്ന് ചെയ്യാൻ ഒരാളുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അറിയാണ്ട് അങ്ങോട്ട് മെലിഞ്ഞു പോകും. അപ്പൊ അത് സ്വാഭാവികമാണ്. അതുപോലെ തന്നെ പലർക്കും പല രീതിയിലുമാണല്ലോ നമ്മൾ ഫോളോ ചെയ്യുന്ന ഡയറ്റ് ശരിയാവണമെന്നില്ല. കാരണം പല പ്രോബ്ലംസ് ഉള്ളവരുണ്ടാകും, അസുഖമുള്ളവരുണ്ടാകും, ടാബ്ലറ്റ്സ് കഴിക്കുന്നവരുണ്ടാകും. അപ്പോൾ അതിനൊക്കെ അനുസരിച്ചിട്ടുള്ള, അതായത് PCOD ഒക്കെ ഉള്ളവർക്കൊക്കെ നല്ലതാണെന്ന് തോന്നുന്നു. കാരണം അവർക്ക് പ്രത്യേകമായിട്ടുള്ള ഡയറ്റൊക്കെ ഫോളോ ചെയ്യേണ്ടി വരും. അപ്പോൾ അവർക്കുള്ള സ്പെഷ്യലായിട്ടുള്ള ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്രോഗ്രാമാണ്. അപ്പം താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം. ഏതായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഒരു വെയിറ്റ് ലോസ് വ്ലോഗ് ആയതുകൊണ്ട് തന്നെ ഞാൻ അതിന് പറ്റിയിട്ടുള്ള നല്ലൊരു സൂപ്പ് റെസിപ്പി ഷെയർ ചെയ്യുന്നുണ്ട്. ഒരു വെജിറ്റബിൾ ഓട്ട് സൂപ്പാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സൂപ്പാണ്. ഇതുപോലെ ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് പറ്റിയൊരു സൂപ്പാണ്. നല്ല ടേസ്റ്റുമാണ്. ഇവിടെ ഞാനും മക്കളൊക്കെ കുടിക്കാറുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും ചോദിക്കുന്നുണ്ടല്ലോ ഇവിടെ എന്തുകൊണ്ട് മക്കൾ തടിക്കുന്നില്ല എന്നൊക്കെ. അപ്പം നമ്മൾ ഇതുപോലത്തെ ഐറ്റംസ് ഒക്കെ എടുക്കുക. ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നോൺ വെജും ഫ്രൈഡ് ഐറ്റംസും അങ്ങനത്തെ ജങ്ക് ഫുഡുകളൊക്കെ കാണിക്കുന്നത്. അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ കഴിക്കുന്ന ഫുഡ് ഐറ്റംസ് എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് സാധനങ്ങളാണ്. അപ്പം അതുകൊണ്ടാണ് വല്ലാണ്ട് തടിക്കാത്തതെന്നാണ് എൻ്റെ ഒരു ഇത് കേട്ടോ. അപ്പോൾ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യാം. പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഞാനിവിടെ നമ്പർ കൊടുക്കാം, അല്ലെങ്കിൽ പിന്നീട് കമൻറ്റിൽ കൊടുക്കാം. അപ്പോൾ ഡീറ്റെയിൽസ് അതിൽ നോക്കൂ കേട്ടോ. അതുപോലെ നമ്മുടെ ഐഷസ് കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം. ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. ഞാൻ കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നതാണ് ഒരു കംപ്ലീറ്റ് ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ വ്യൂവേഴ്സ് കുറേ പേരൊക്കെ കമൻസിൽ പറയാറുണ്ട് റൂയി മോളെ കൊണ്ടുള്ളൊരു ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ അതിനായിട്ടുള്ള രാവിലെ സ്റ്റാർട്ട് ചെയ്യും, വീഡിയോ ഒക്കെ ഒന്ന് ഷൂട്ട് ചെയ്യും. പക്ഷേ എന്തുകൊണ്ടോ അതാണ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാറില്ല. അറിയാമല്ലോ, നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും അതുപോലെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളും എല്ലാം കൂടി നോക്കുമ്പോൾ, പിന്നെ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട, പിന്നെ അന്നത്തെ കാര്യം പോക്കാണ്. നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ നിന്നാൽ പിന്നെ വേറെ ഒന്നിനും നേരം കിട്ടില്ല. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികളൊക്കെയാണ് ഇപ്പോൾ കാണുന്നത്. എനിക്ക് പൊതുവേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ഭയങ്കര മടിയാണ്. പിന്നെ രാവിലെ എൻ്റെ കൂടെ തന്നെ റൂയിമോളും എണീക്കും. ഞാൻ വോക്കറിൽ ഇരുത്തിയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുക. ഇക്ക പോകുന്നതിന് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആവണമല്ലോ. ഇവിടെയാണെങ്കിൽ ദോശ, പുട്ട് ഇതിലേതെങ്കിലും ഒന്ന് നിർബന്ധമാണ്. കൂടുതലായിട്ടും ദോശയാണ് ഉണ്ടാക്കാറ്. ദോശ എന്ന് വെച്ചാൽ നമ്മുടെ നീർദോശയാണ് കൂടുതലായിട്ടും ഉണ്ടാക്കുക. ഇത് വല്ലപ്പോഴും ഉണ്ടാക്കാറുള്ളൂ. ഇത് പാക്കറ്റ് മാവാട്ടോ, ഇഡ്ഡലി ദോശ മാവാണ്. ഇതാകുമ്പം പെട്ടെന്ന് സംഭവം കഴിയും. നീർദോശ ആകുമ്പോൾ കുറേ നേരം വെച്ചിട്ട് ഇങ്ങനെ ഒഴിച്ചിരിക്കണം. ഇതാകുമ്പോൾ പിന്നെ ഒരു പാനിൽ തന്നെ നമുക്ക് 4 ചുട്ടെടുക്കാൻ പറ്റും കുട്ടി ദോശകൾ. ദോശയുടെ കൂടെ ഞാൻ ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് കുറച്ച് തേങ്ങ എടുക്കുക. തേങ്ങ, റെഡ് ചില്ലി ഫ്ലേക്സ്, സവോള, ചെറിയൊരു കഷ്ണം സവോള മതി, പിന്നെ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ക്രഷ് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. പച്ച വെളിച്ചെണ്ണയാണ് വേണ്ടത്, ചൂടാക്കിയ വെളിച്ചെണ്ണ അല്ല. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ചേർത്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും, നല്ലൊരു മണമൊക്കെ ആയിരിക്കും. അപ്പോൾ മക്കൾ ചില സമയത്ത് ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുമ്പ് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അല്ലെങ്കിൽ പിന്നെ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ഒരു 10 മണിക്കൊരു ബ്രേക്ക് ഉണ്ട്. ആ സമയത്തായിരിക്കും പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. രാവിലെ തന്നെ എണീറ്റ് കുറച്ച് പാലോ അല്ലെങ്കിൽ വെള്ളമോ എന്തെങ്കിലും കുടിക്കുള്ളൂ.
റോയിമോൾ രാവിലെ മിക്ക ദിവസവും ഞാൻ എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ എഴുന്നേൽക്കും. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അവിടെ വാക്കറിലിരുത്തും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റും അവളുടെ കുറുക്കൊക്കെ ഒരുമിച്ച് ഉണ്ടാക്കുക. പിന്നെ ഇക്ക ഓഫീസിലും പോവും, റീനും റോസും ഓൺലൈൻ ക്ലാസ്സിനും പോവും. പിന്നെ ഞാനും റോയിമോളും കൂടി പിന്നെ ഒരു കഥയായിരിക്കും. പിന്നെ ഉറങ്ങില്ല. ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ അവൾ ബെഡിൽ കിടന്ന് തിരിഞ്ഞ് കളിക്കലും അവളെ പിന്നാലെ നടക്കാൻ തന്നെ നേരം ഉണ്ടാവുള്ളൂ. ആ സമയത്ത് എനിക്ക് വേറെ ഒരു പണിയും ചെയ്യാൻ പറ്റില്ല, വെറുതെ ഇരിക്കലാണ്. ഇതിപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് വന്നാട്ടോ റോസും, ഇടയ്ക്ക് അവൾക്കൊന്ന് ഒരു ഫ്രീ ടൈം കിട്ടും, ആ സമയത്ത് ഓടി വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ. അപ്പം കുറേ പേരിങ്ങനെ പറയും റോയിമോളുടെ ഒരു റൂട്ടീൻ വ്ളോഗൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ റൂട്ടീൻ വ്ളോഗ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയം കിട്ടുന്നില്ല. ഷെയർ ചെയ്യണം എന്നൊക്കെ ഉണ്ട്, നല്ല രസമായിരിക്കും കാണാൻ, പക്ഷേ സമയം കിട്ടാറില്ല. കാരണം മോളിങ്ങനെ ഉണർന്നിരിക്കുന്ന സമയത്ത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള മോര് വെച്ചിട്ട് എങ്ങനെയാണ് ഇവിടെ തൈര് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് പാല് നല്ലോണം തിളപ്പിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വയ്ക്കുക ചൂടാറാൻ വേണ്ടിയിട്ട്. നല്ലോണം പാല് ചൂടാറിയ ശേഷം അതിലേക്ക് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള തൈരുണ്ടല്ലോ, അതായത് ഉറത്തൈര് എന്ന് പറയും, അതായത് നാടൻ മോര് തന്നെ വേണം, അത് ഒഴിച്ച് വയ്ക്കുക. ഒരു 1-2 ടീസ്പൂൺ മതിയാവും കേട്ടോ. ഒഴിച്ചിട്ട് അടച്ച് വയ്ക്കുക. ഒരു 8-10 മണിക്കൂർ വേണ്ടി വരും. നല്ല ചൂടുള്ള സമയമാണെങ്കിൽ പെട്ടെന്ന് തൈരാവും, ചൂടില്ലാത്ത സമയമാണെങ്കിൽ ഒരു 10 മണിക്കൂറൊക്കെ വേണ്ടി വരും. പുറത്ത് വയ്ക്കുക കേട്ടോ, ഫ്രിഡ്ജിലൊന്നല്ല. ഇത് ഓവനിലല്ല കേട്ടോ വെച്ചിട്ടുള്ളത്. ഒന്ന് ചെറിയൊരു ചൂടുണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ട് ഓവൻ്റെ താഴെ വെച്ചതാണ്. ഓണൊന്നും ആക്കിയിട്ടില്ല. അപ്പോൾ അങ്ങനെ പുറത്ത് വയ്ക്കുക കേട്ടോ, ഫ്രിഡ്ജിലൊന്നും വെക്കരുത്. അങ്ങനെ ഒരു 10 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഈ ഒരു പരുവത്തിലാവും. മുകളിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ വരുന്നുണ്ടല്ലോ, ആ വെള്ളം ഒഴിവാക്കരുത്, നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആ വെള്ളം നല്ലതാണ്, അതിലാണ് ഇതിൻ്റെ എല്ലാ സംഭവങ്ങളും ഉള്ളത്. അപ്പം വെള്ളം ഒഴിവാക്കരുത്, എല്ലാം കൂടി ഒരുമിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല കട്ടിയുള്ള, നല്ല ഫ്രഷ് ആയിട്ടുള്ള, നല്ല പുളിയുള്ള തൈര് കിട്ടും, നാട്ടിലെ പോലെ തന്നെ. അപ്പോൾ ചിലർക്ക് നാട്ടിലത്തെ തൈര് അത്ര ഇഷ്ടമുണ്ടാവില്ല, പുളിയുള്ള തൈരായതുകൊണ്ട്. ഇവിടെ കിട്ടുന്ന തൈര് നല്ല ടേസ്റ്റുള്ള തൈരാന്നൊക്കെ പറയാറുണ്ട് ചിലർ. പക്ഷെ ചിലർക്ക് നാട്ടിലെ തൈര് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു തൈര് വെച്ചിട്ട് നമുക്ക് നാട്ടിലെ തൈര് വെച്ചിട്ട് മോരുണ്ടാക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇതിപ്പോൾ നല്ല പുളിയുള്ള തൈരാട്ടോ, നാട്ടിലത്തെ. കുറച്ച് ഒരു 1-2 ടീസ്പൂണ് നാട്ടിൽ നിന്ന് മോര് കൊണ്ടുവന്നാൽ മതി. ഇനിയിപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് തൈര് ഉണ്ടാക്കാൻ പറ്റും. ഇതിൽ നിന്ന് കുറച്ചൊരു 2 ടീസ്പൂൺ എടുത്ത് വയ്ക്കുക, ഫുള്ളായിട്ട് തീർക്കരുത്. 2 ടീസ്പൂൺ എടുത്ത് വയ്ക്കുക. അതുപോലെ തന്നെ വീണ്ടും പാൽ തിളപ്പിക്കുക. ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 2 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നമുക്ക് അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ തൈര് വെച്ചിട്ട് നമുക്ക് ബട്ടർ ഉണ്ടാക്കാൻ പറ്റും. ആ ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് നമുക്ക് നെയ്യ് ഉണ്ടാക്കാൻ പറ്റും. അതൊക്കെ ഫ്രഷ് ആയിട്ടുള്ള, നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെയാണ്. അപ്പം ബട്ടർ ഉണ്ടാക്കാൻ ഞാൻ വേറെ ദിവസം കാണിക്കേണ്ടത്, ഇതിപ്പോൾ നമ്മൾ യൂസ് ചെയ്യുവാണ്. അപ്പോൾ ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ നമ്മൾ തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും തൈര് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. തൈര് ഏറ്റവും ബെസ്റ്റ് ലോ ഫാറ്റ് തൈര് അല്ലെങ്കിൽ ഗ്രീക്ക് യോഗോട്ടൊക്കെ കഴിക്കുന്നതാണ്. അതിപ്പം എല്ലാവർക്കും നാട്ടിലുള്ളവർക്കൊന്നും കിട്ടണമെന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതുപോലെ വീട്ടിൽ നമ്മൾ തൈര് ഉണ്ടാക്കിയിട്ട് നമ്മൾ കഴിക്കുക. നമ്മുടെ ബോഡി ഫാറ്റ് ബേൺ ചെയ്യാനൊക്കെ സഹായിക്കുന്നതാണ് തൈര്. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് തൈരിന്. അപ്പം ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ റെസിപ്പിയിലേക്ക് പോകാം. ഇന്ന് സിമ്പിളായിട്ടുള്ളൊരു വെജിറ്റബിൾ ഓട്സ് സൂപ്പാണ് ഷെയർ ചെയ്യുന്നത്. വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവർക്ക് നമ്മുടെ ഡയറ്റിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സൂപ്പാണ്. അപ്പോൾ അതിനായിട്ട് കുറച്ച് പച്ചക്കറികൾ വേണം. പച്ചക്കറികൾ എന്തും എടുക്കാം കേട്ടോ. കൂടുതലായിട്ട് എടുക്കേണ്ടത് ക്യാബേജ്, ക്യാരറ്റ് ഇതൊക്കെയാണ്. കോളിഫ്ലവർ എടുക്കാം, മഷ്റൂം എടുക്കാം, അതൊക്കെ എടുക്കാം. ഞാനിപ്പം ചെറിയൊരു വെളുത്തുള്ളി എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ വെളുത്തുള്ളി നല്ലതാണ്. ഈ സൂപ്പൊക്കെ കഴിക്കുമ്പോഴൊക്കെ വെളുത്തുള്ളി ചേർക്കുന്നത് നല്ലതാണ്, നല്ലൊരു ഫ്ലേവർ കിട്ടാനൊക്കെ നല്ലതാണ്. പിന്നെ അടുത്തതായിട്ട് മെയിനായിട്ട് വേണ്ടത് ക്യാബേജാണ്. ക്യാബേജ് തടി കുറയ്ക്കാനൊക്കെ സഹായിക്കുന്ന ഒരു വെജിറ്റബിളാണ്. അപ്പോൾ ക്യാബേജ് ഇതുപോലെ ഒന്ന് കനം കുറച്ചിട്ട് അരിയുക. നമുക്ക് കഴിക്കാൻ പാകത്തിൽ അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പം ഇനി സൂപ്പ് ഉണ്ടാക്കാനുള്ള പാന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒലീവ് ഓയിൽ ഒരു ടീസ്പൂണോളം ഒഴിച്ചു കൊടുക്കുക. ഒലീവ് ഓയിൽ ഇല്ല എന്നാണെങ്കിൽ സാധാ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒലീവ് ഓയിൽ ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് ഈ വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അത് ബ്രൗൺ കളറൊന്നും ആവണ്ട. അപ്പോഴേക്ക് നമുക്ക് ക്യാബേജ് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം.
പിന്നെ വെജിറ്റബിൾസൊക്കെ നമ്മൾ എങ്ങനെയാണോ കഴിക്കുന്നത് അതിനനുസരിച്ച് വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പം ചിലർക്ക് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ല ഇഷ്ടം, ചിലർക്ക് വലിയ പീസായാലും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ഉള്ള പരുവത്തിൽ ഇട്ട് കൊടുക്കുക. ഞാൻ കുഞ്ഞതായിട്ടോ അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ ക്യാരറ്റും അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ സ്പ്രിംഗ് ഓണിയൻ അതും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക. ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് സ്പ്രിംഗ് ഓണിയൻ നമുക്ക് ഡെക്കറേഷനായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഞാൻ ക്യാബേജ് ആദ്യം ഇടാൻ കാരണം ക്യാബേജ് ആദ്യം കട്ട് ചെയ്ത് എടുത്തുകൊണ്ടാട്ടോ. നമുക്ക് വെജിറ്റബിൾസ് എല്ലാം ആദ്യം തന്നെ അരിഞ്ഞെടുക്കുവാണെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് സ്റ്റോക്ക്, ചിക്കൻ സ്റ്റോക്ക് അല്ലെങ്കിൽ വെജിറ്റബിൾ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് വാങ്ങിക്കാൻ കിട്ടും, നമ്മൾ വെജിറ്റബിൾ സ്റ്റോക്ക് പുറത്ത് വാങ്ങിക്കാൻ പറ്റും. ഇതിപ്പോൾ ചിക്കൻ സ്റ്റോക്കാണ്, ഞാൻ വീട്ടിലുണ്ടാക്കിയില്ല, ചിക്കൻ സ്റ്റോക്കാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഇതുപോലെയൊക്കെ ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ വീട്ടിലുണ്ടാക്കിയതുകൊണ്ട് ഇതിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ സ്റ്റോക്ക് ഇടാൻ താല്പര്യം ഇല്ല എന്നാണെങ്കിൽ, പുറത്തുനിന്ന് വാങ്ങിച്ച സ്റ്റോക്ക് ഇടാൻ താല്പര്യം ഇല്ല എന്നാണെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ അതിന് പകരം കുറച്ച് ഗരം മസാലപ്പൊടി, അതുപോലെ കുറച്ച് ഈ ബേ ലീവ്സ് ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതിയാവും. പിന്നെ കുരുമുളക് പൊടി കുറച്ച് അധികം ഇട്ട് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്തെടുത്താൽ മതി. ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ, അതൊന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ വെജിറ്റബിൾസ് വല്ലാണ്ട് കുക്കായിട്ട് കഴിക്കുള്ളെങ്കിൽ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഞാനിപ്പം ചെറിയൊരു ക്രഞ്ചി ആയിട്ട് കടിക്കുന്ന പരുവത്തിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പം ചിക്കൻ സ്റ്റോക്ക് ചേർക്കാത്തവർക്ക് ഇതിൽ കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. അതായത് ഗരം മസാല പൊടി, അതുപോലെ കുരുമുളക് പൊടി ഇതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ജീരകപ്പൊടി ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഓട്സാണ്, ഓട്സ് കുറച്ച് മാത്രം എടുത്താൽ മതി. ഞാനിപ്പോൾ 2 ടീസ്പൂൺ ഓട്സ് എടുത്തിട്ട് ഒരു 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഓട്സ് ഇതുപോലെ വേറൊരു ബൗളിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. പിന്നെ കുറേ ഓട്സ് ഒന്നും എടുക്കണ്ട, കാരണം ഓട്സ് ഒന്ന് തിക്കായിട്ട് വരും നമ്മുടെ ഈ ഒരു സൂപ്പ്. അതുകൊണ്ട് കുറേ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കട്ടിയിലാവും. അപ്പം ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി. ആദ്യം നമുക്കിതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക, ഓട്സ് കുക്ക് ചെയ്യാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഈ ഒരു സൂപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചൂടോട് കൂടിയിട്ട് അപ്പം തന്നെ നമ്മൾ കഴിക്കണം, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ഓട്സ് അല്ലേ, കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കട്ടിയാവും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ പിങ്ക് സോൾട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. പിങ്ക് സോൾട്ട് ഞാൻ മുമ്പത്തെ വ്ളോഗിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ സാധാ ഉപ്പ് ചേർക്കുന്നതിലും എത്രയോ ഗുണങ്ങളുണ്ട് ഈ ഒരു ഉപ്പിന്. അപ്പോൾ പിന്നെ അതുപോലെ ഇത് വെയിറ്റ് ലോസിന് നല്ലതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കൊക്കെ പിങ്ക് സോൾട്ട് നല്ലതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ആയതുകൊണ്ട് മാത്രമേ ഞാൻ പിങ്ക് സോൾട്ട് ചേർത്തിട്ടുള്ളത്. സാധാ സോൾട്ട് ആയാലും മതി കേട്ടോ, അത് തന്നെ വേണമെന്നില്ല. പിങ്ക് സോൾട്ട് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഓട്സൊക്കെ കുക്കായിട്ടുണ്ട്, നല്ലൊരു തിക്നെസ്സിൽ വന്നിട്ടുണ്ട്. അതാ ഈ ഒരു പരുവത്തിലാകുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കുക. വല്ലാണ്ട് കുറുകി വരണ്ട കേട്ടോ, നമുക്ക് കുടിക്കാൻ പറ്റുന്ന ഒരു പരുവത്തിൽ വേണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചൂടോട് കൂടിയിട്ട് ഇത് സെർവ് ചെയ്യുക. ചൂടാറി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കട്ടിയാവും. അപ്പോൾ ഇതിപ്പോൾ തന്നെ നമ്മളിപ്പോൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ അത്യാവശ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുത്താൽ മതിയാവും. വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ചെറിയൊരു ചൂടോട് കൂടിയിട്ട് വേണം ഈ ഒരു സൂപ്പ് കുടിക്കാൻ, നല്ല ടേസ്റ്റാണ്. അതുപോലെ നമ്മളിപ്പം ഇതിലിപ്പം വെജിറ്റബിൾസ് ഇട്ടിട്ട് വേവിച്ചല്ലോ, ആ വെജിറ്റബിൾസിൻ്റെ കൂടെ തന്നെ നമ്മൾ ചിക്കൻ ഒന്ന് ചെറുതായിട്ട് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് ചെറിയ പീസ് ചിക്കൻ മതിയാകും. എന്നാൽ തന്നെ നല്ല ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാവും ഓട്സും ചിക്കനും കൂടിയുള്ള സൂപ്പ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്കും തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വയറൊക്കെ നിറയാൻ വേണ്ടിയിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സൂപ്പാണ്. പിന്നെ ഇവിടെ ഇപ്പോൾ സൂപ്പൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ മക്കൾക്കൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ട് മക്കളും കഴിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാലും ഇല്ലെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ, താങ്ക് യു.